ഹലോ നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കഞ്ഞിയുടെ റെസിപ്പി നോക്കിയാലോ? വേറൊന്നുമല്ല, ഉലുവ കഞ്ഞി കേട്ടോ. ഇത് സാധാരണയായിട്ട് നമ്മൾ കർക്കിടക മാസത്തിലാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഏകദേശം ഒരു തുടർച്ചയായിട്ടൊരു ഒരാഴ്ച, അതായത് 7 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് കഴിക്കുവാണെങ്കിൽ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഉലുവ തന്നെയാണ്. ഉലുവയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് കേട്ടോ. ഉലുവയും പിന്നെ ചെറുപയർ, ഒരല്പം അരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ ഉലുവയും ചെറുപയറും രാവിലെ തന്നെ ഞാൻ നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിത് വൈകുന്നേരം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ രാവിലെ അത് കുതിർക്കാൻ വെച്ചു കേട്ടോ. പിന്നെ വളരെ കുറച്ച് മാത്രമേ അരി ഉപയോഗിക്കേണ്ടുള്ളൂ കേട്ടോ. അരിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ നുറുക്ക് ഗോതമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ്, ഇതൊക്കെയാണെങ്കിലും ഇതിൻ്റെയൊക്കെ അളവ് ഈ അരിയുടെ പോലെ തന്നെ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഉലുവയാണ് ഇതിനകത്തേക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് കേട്ടോ. പിന്നെ ചെറുപയർ നമുക്ക് വേണമെങ്കിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. ഞാൻ ഈ ഒരു രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കുതിർത്തതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും, ഇനിയിപ്പോൾ രാവിലെയാണ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് തന്നെ, തലേദിവസം രാത്രി തന്നെ നമുക്കിതിനെ കുതിർത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത് വൈകുന്നേരത്തേക്ക് ആവശ്യമായതുകൊണ്ട് ഞാൻ രാവിലെ ചെയ്തു എന്ന് മാത്രം. അങ്ങനെ ഒരു 3-4 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ എല്ലാ അരിയും ചെറുപയറും ഒക്കെ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ പാല് മാറ്റിയിട്ട് പാല് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് അതിനകത്തുള്ള ഫൈബറും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളക്കണം. പിന്നെ ഇതിൽ വേണ്ടത്, നമ്മൾ കുറച്ച് മാത്രം മധുരം ഉള്ള ഒരു കഞ്ഞിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിലേക്ക് ഒന്നുകിൽ നമുക്ക് ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ കരിപ്പെട്ടി ചേർക്കാം. ശർക്കരയുടെ അളവൊക്കെ ആണെങ്കിലും ഒത്തിരി അങ്ങനെ ശർക്കര ചേർക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ, അത്രയും ഉണ്ടാവില്ല, അത്രയും മാത്രമേ ശർക്കര ചേർത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ ശർക്കരയുടെ അളവൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. പിന്നെ ഉലുവയല്ലേ, ഒരല്പം കയ്പ്പ് കാണും, പക്ഷേ നമ്മൾ ചെറുപയർ ഇടുന്നത് കാരണം എനിക്ക് അത്രയും ഒരു കയ്പ്പ് തോന്നാറില്ല കേട്ടോ. ഞാനീ പറഞ്ഞ പോലെ ഈ സ്റ്റീൽ കട്ടെടുത്ത് ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒരേ രീതിയിലല്ല ഉണ്ടാക്കുക. ഒരു ദിവസം അരിയാണെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്, ഇത് സ്റ്റീൽ കട്ട് ഓട്സാണ്. അപ്പോൾ അങ്ങനെ മാറ്റി മാറ്റി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് കൂടെ ഇതിനകത്തേക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉലുവ കഞ്ഞി റെഡിയാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഒരാഴ്ചയിൽ 1-2 ദിവസം ഒരു ഡിന്നറിന് നമുക്കിത് കഴിക്കാവുന്നതാണ്. ശരിക്കും നമുക്ക് ആ സ്കിന്നിലുള്ള മാറ്റം അറിയാൻ പറ്റും. വളരെ ഹെൽത്തിയാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. സീ യു ഇൻ ദ നെക്സ്റ്റ്.